ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രാർത്ഥനയെ ഏറ്റവും പ്രൗഢഗംഭീരമാക്കി മാറ്റുവാൻ ഈശോ നമ്മളെ പഠിപ്പിച്ചു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ കാര്യക്ഷമത എത്രമാത്രം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുവോ അതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഈശോ പഠിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല, എന്നാൽ എനിക്ക് ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. നമുക്ക് ക്ഷമ വേണം, ദൈവത്തിൻ്റെ കൃപ വേണം, എന്നാൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് താല്പര്യമില്ല. അതെ, പ്രാർത്ഥന കാര്യക്ഷമമാകണമെങ്കിൽ, സ്വീകാര്യമാകണമെങ്കിൽ ക്ഷമ അനിവാര്യമാണ്. ഈശോ പറഞ്ഞ ഈ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാം. നമ്മൾ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ക്ഷമയും അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് നിസ്സീമമായി പകർന്നു കൊടുക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വവും കൂടി അതിലടങ്ങിയിട്ടുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കാം. നമ്മൾ ആരും ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പരിപൂർണരല്ലെന്നും പരിപൂർണരാകുവാൻ സാധിക്കുകയില്ലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെ നമ്മുടെ കുറവുകളെ അംഗീകരിക്കാം, അത് ഏറ്റുപറയാം. അതോടൊപ്പം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നവനും നമ്മളോട് തെറ്റ് ചെയ്യുന്നവനും മനുഷ്യനാണെന്നും അവനും നമ്മളെപ്പോലെ തന്നെയുള്ള കുറവുകളും ജീവിതത്തിൽ പരാധീനതകളും പരിധികളും പരിമിതികളും ഉണ്ടെന്നും അവനും ക്ഷമ അർഹിക്കുന്നവനാണെന്ന് തിരിച്ചറിയാം. അങ്ങനെ കൊണ്ടും കൊടുത്തും നമുക്ക് വളരാം. ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ക്ഷമയും അനുഭവിക്കാം. ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ നമുക്ക് അവരിനോട് ക്ഷമിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ധന്യമാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.